നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ സഹോദരിമാർക്കുള്ളൊരു സെഷൻ സഹോദരൻ പ്രസംഗിക്കണോ, അത് പോരാഞ്ഞിട്ട് അത് സഹോദരന്മാരോടും കൂടി പ്രസംഗിക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. അതായത് സഹോദരിമാർക്ക് എന്തായാലും കിട്ടും, സഹോദരന്മാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്രിമിയൻ ഉപദ്വീപ് പിടിച്ചടക്കാൻ വേണ്ടി റഷ്യയും ബ്രിട്ടൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളും ചേർന്ന് 1853 മുതൽ 1856 വരെ നടന്ന ഒരു യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം. ക്രിമിയല്ല, ക്രിമിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഈ യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പ്രസിദ്ധ വനിതയുണ്ട്. ഇവിടുത്തെ നഴ്സുമാർക്കൊക്കെ അറിയാം. എന്താണ് ആ പ്രിയ വനിതയുടെ പേര്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ, അഥവാ ദീപമേന്തിയ സ്ത്രീ എന്ന പേരിൽ ലോകപ്രസിദ്ധി നേടിയ ഒരു വനിതയാണ്. പട്ടാളക്കാർ കണ്ടമാനം മരിക്കുമായിരുന്നു. ഈ മുറിവേറ്റ പട്ടാളക്കാർ അന്ന് മെഡിസിൻ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ചികിത്സയിൽ കിടക്കുന്ന പല പട്ടാളക്കാരും മരിക്കുമായിരുന്നു. ഈ സഹോദരിയുടെ ഇടപെടൽ മുഖാന്തരം അനേക പട്ടാളക്കാർക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഈ സഹോദരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രാത്രിയിൽ ഒരു വിളക്ക് കത്തിച്ച് വയ്യാതെ കിടക്കുന്ന ഈ പട്ടാളക്കാരെ ഓരോരുത്തരെയും സന്ദർശിച്ച് അവരുടെ രോഗവിവരം ശ്രദ്ധിക്കുമായിരുന്നു. ഒരിക്കലൊരു പട്ടാളക്കാരൻ്റെ അടുക്കൽ ഈ സഹോദരി രാത്രിയിൽ ചെന്ന് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് ക്ഷേമം അന്വേഷിച്ചപ്പോൾ ആ പട്ടാളക്കാരൻ സഹോദരിയോട് പറഞ്ഞു പോലും, നിങ്ങൾ എനിക്ക് ക്രിസ്തുവാണ്, യു ആർ ക്രൈസ്റ്റ് മീ. ഇവിടുത്തെ സഹോദരിമാരെ ഇങ്ങനെയുള്ള വാക്ക് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്യുന്ന സേവനം സഹോദരന്മാർക്ക് ഇത് ആപ്ലിക്കബിളാണ്. നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൊണ്ട് നാം സഭയിലെ വിശ്വാസികൾക്കും മറ്റുള്ളവർക്കും നാം ചെയ്യുന്ന ശുശ്രൂഷ അനുഭവിച്ചവരെ നിങ്ങൾ എനിക്ക് ക്രിസ്തുവാണ് എന്ന് പറയാൻ ഇടവന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. സഹോദരിമാരുടെ റോളിനെ കുറിച്ച്, സഭയിൽ സഹോദരിമാർ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചാണല്ലോ നമ്മുടെ പഠനം. 3 തലക്കെട്ടിൽ ഈ സന്ദേശം നൽകാം എന്ന് വിചാരിക്കുന്നു. ഒന്ന്, സഹോദരിമാർ ചെയ്യേണ്ട കാര്യം വീട് പണിയുക. സഭയിലെ റോളിനെ കുറിച്ചാണ് പറഞ്ഞത്. 1, വീട് പണിയുക. 2, ബന്ധങ്ങൾ പണിയുക. 3, തുറന്ന ഭവനങ്ങൾ പണിയുക. ഏത് തദ്ദേശീയ സഭയുടെ വളർച്ചയിലും സഹോദരിമാർക്ക് വലിയ പങ്കുണ്ട്. അത് പലപ്പോഴും നാം കാണാതെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പല നിലകളിൽ സഹോദരിമാർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. നമുക്ക് ഓർമ്മയുള്ളൊരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സഹോദരിമാർ സഭകളിൽ മിണ്ടാതിരിക്കണം. ആ വാക്യം സഭായോഗങ്ങളിൽ സഹോദരിമാർക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രമല്ല, സഭയിൽ തന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ധാരണ സഹോദരന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എന്നാൽ വേറൊരു വാക്യം വായിച്ച് കേൾപ്പിക്കട്ടെ. ഗലാത്യർ 3:27 മുതൽ 29 വരെ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല,
ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. ഈ ദൈവസാദൃശ്യം സംബന്ധിച്ച് ആണും പെണ്ണും തുല്യരാണ്. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ആണിനും പെണ്ണിനും ദൈവം തുല്യ മൂല്യം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ആണും പെണ്ണും തമ്മിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു തർക്കം, ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആണാണോ കേമൻ, പെണ്ണാണോ കേമൻ. കേമൻ എന്നാ ഇപ്പോൾ പറയുന്നത്. പെണ്ണുങ്ങളൊക്കെ കൂടി ആണുങ്ങളാവാനുള്ള ശ്രമമാണ്. ആണുങ്ങൾ പലപ്പോഴും ക്ഷീണിച്ച് പെണ്ണുങ്ങളുടെ സ്വഭാവമായി തീരുന്നുണ്ട്. ഒരു ഭയമുണ്ട്. പ്രിയപ്പെട്ടവരെ, പുരുഷനും സ്ത്രീയും തമ്മിൽ മത്സരത്തിൻ്റെ കാര്യമില്ല. സ്ത്രീക്ക് സ്ത്രീയായി ഇരുന്ന് തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള പദവിയും സ്ഥാനമുണ്ട്. അവളത് ചെയ്താൽ മതി. പുരുഷൻ്റെ സ്ഥാനത്ത് നിന്ന് പുരുഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. സഭായോഗങ്ങളിൽ സംസാരിക്കാൻ പുരുഷനെയാണ് ദൈവം നിയമിച്ചിരിക്കുന്നത് എന്നുള്ളത് വാസ്തവം. എനിക്ക് സഭയിൽ ഒരു പ്രബോധനം പറയാൻ അവസരം തരണമെന്ന് സഹോദരിമാരാരും ഇവിടെ എഴുന്നേറ്റ് പറയാറില്ല. എന്നാൽ അവർക്ക് പ്രബോധനം പറയാനായിട്ട് അവസരങ്ങളുണ്ട്. അതവർ ഉപയോഗിച്ചാൽ നമ്മുടെ സഭകൾ എത്ര നന്നായി പോയേനെ എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. മുതിർന്ന സഹോദരിമാര് വൃദ്ധന്മാരെന്നാണ് നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ. വൃദ്ധന്മാരെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഇടയിൽ ഇവിടെ കൂടിയിരിക്കുന്ന മക്കളൊക്കെയുള്ള മുതിർന്ന സഹോദരിമാരെ കുറിച്ചാണ്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യവും ഉള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കാം. മുതിർന്ന സഹോദരിമാരെ ഇളയ സഹോദരിമാരെ അഥവാ യൗവനക്കാരത്തികളെ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സഭായോഗത്തിൽ പ്രസംഗിക്കാൻ പറ്റുമല്ലോ, കാരണം അവിടെ സഹോദരിമാരും അല്ലേ. സഹോദരിമാരെ പഠിപ്പിക്കണം. 7 കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഈ കാര്യങ്ങൾ വിശദമായിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ഞാൻ ലിസ്റ്റ് ചെയ്യാം. ആത്മനിയന്ത്രണമുള്ളവരായിരിക്കാൻ പഠിപ്പിക്കണം. നിർമ്മലരായിരിക്കാൻ പഠിപ്പിക്കണം. വീട്ടുകാര്യം നോക്കാൻ പഠിപ്പിക്കണം. ദയാശീലരായിരിക്കാൻ പഠിപ്പിക്കണം. ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടുന്നവരായിരിക്കാൻ പഠിപ്പിക്കണം. അപ്പം ഞാൻ സഹോദരിമാരുടെ റോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യത്തെ നിലക്കെട്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവർ ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം വീട് പണിയുക എന്നുള്ളതാണ്. ഒരു സഭയിലെ കുടുംബങ്ങളൊക്കെയും നല്ല ദൈവഭക്തിയുള്ള കുടുംബങ്ങളാണെങ്കിൽ ആ സഭ ഉഷാറായില്ലേ? ആ സഭയിൽ പിന്നെ പ്രശ്നങ്ങളുണ്ടോ? ഭിന്നതയുണ്ടോ? അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ സഭ പണിയാനായിട്ട് ബന്ധപ്പെടേണ്ട. സഭ പണിയാനായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് വീട് പണിതാൽ. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. സ്ത്രീകളുടെ ഒന്നാമത്തെ റോള് കുടുംബത്തിലാണ്. ഒരു കുടുംബം നന്നായിരിക്കുന്നതിൽ ഒരു സ്ത്രീക്കുള്ള പങ്ക് എത്ര വിശദീകരിച്ചാലും ഊന്നി പറഞ്ഞാലും മതിയാകുകയില്ല. ഇന്ന് നമ്മുടെ സഹോദരിമാരുടെ സ്ഥിതി എന്താണ്? എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവർ, അക്കാഡമിക് എക്സലൻസ് ഉള്ള ആളുകൾ, കരിയറിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ, വലിയ ജോലിക്കാർ,
ഇങ്ങനെയൊക്കെ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് സമയമുണ്ടോ? അപ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ ആ വിഷയം വിടാം. വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, കരിയർ ഓർ ഫാമിലി? കുടുംബമാണോ കരിയറാണോ അല്ലെങ്കിൽ തൊഴിലാണോ പ്രധാനപ്പെട്ടത് എന്നുള്ള ചോദ്യം നിങ്ങളെല്ലാവരും ചോദിക്കണം. മുതിർന്ന സഹോദരിമാർ പ്രത്യേകം ചോദിച്ച് ഇളയ സഹോദരിമാരെ പഠിപ്പിച്ചു കൊടുക്കണം. ഏതാ പ്രധാനപ്പെട്ടത് ചോദിക്കട്ടെ? കരിയറാണോ ഫാമിലിയാണോ? പറയ സഹോദരിമാരെ. ഫാമിലി. അത് മനസാക്ഷി കുത്തില്ലാതെ പറയാൻ സാധിക്കുന്നുണ്ട്. ഇത് സഹോദരന്മാർക്കും ഇവിടെ പങ്കുണ്ട്. പെൺമക്കളെ പഠിപ്പിച്ച് വളർത്തി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ജോലി കിട്ടണം എന്നുള്ളതാണോ നമ്മുടെ ചിന്ത? അതോ അവർക്ക് നല്ലൊരു കുടുംബജീവിതം, സഭയ്ക്ക് പ്രയോജനമുള്ള ഒരു കുടുംബജീവിതം, സന്തോഷമുള്ള ഒരു കുടുംബജീവിതം വേണമെന്നുള്ളതാണോ? കരിയർ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷേ കുടുംബജീവിതത്തിന് പറ്റിയ കരിയറെ തിരഞ്ഞെടുക്കണം. രണ്ടാമത്തെ കാര്യം ഈ പേസേജിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയങ്ങൾ സഹോദരന്മാരല്ല പഠിപ്പിക്കേണ്ടത്. ഞായറാഴ്ച സഭായോഗത്തിൽ കയറിയതിൻ്റെ സഹോദരന്മാർ, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരൊക്കെ കീഴുകയറിക്കണമെന്ന് ഘോരഘോരം പ്രസംഗിക്കരുത്. അത് കേൾക്കൂല. ഞങ്ങൾക്ക് കീഴുകയറിക്കണമെന്നല്ലേ പറയുന്നത്. അത് കേൾക്കാനായിട്ടുള്ള മനസ്സുള്ളവരല്ല നമ്മുടെ സഹോദരിമാർ, ഭക്തരായത് കൊണ്ടാണ്. എന്നാൽ അവരുടെ ഇടയിൽ തന്നെയുള്ള മുതിർന്ന സഹോദരിമാർ ഇത് പഠിപ്പിച്ചാലോ? ഭർത്താക്കന്മാരോടുള്ള ഭാര്യമാരുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ആളുകൾ, അങ്ങനെ ഭർത്താക്കന്മാരോട് നല്ല സമീപനം പരിശീലിച്ചിട്ടുള്ള സഭയിലെ മുതിർന്ന സഹോദരിമാരാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണം. സഹോദരിമാർക്ക് വേണ്ടി ഇന്ന് ക്ലാസ്സുകൾ ധാരാളം നടക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നൊരു തർക്കമുള്ള ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. 1 തിമോഥെയോസ് 2:15. എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്നാണ് ആ വാക്യം. വായിച്ചിട്ടുണ്ടോ? എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഇതും സഹോദരന്മാരെ ആണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞത് പ്രസവിച്ച സ്ത്രീകളൊക്കെ രക്ഷിക്കപ്പെടുമെന്നാണ് അതിനർത്ഥം. അതല്ല അതിനെക്കുറിച്ച്. മക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന രക്ഷയെക്കുറിച്ചാണ്. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ, അവരെ ദൈവഭക്തരായി പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ അപ്പന്മാർക്ക് പങ്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സഹോദരിമാരുടെ സഹകരണവും കൂട്ടുമില്ലാതെ മക്കൾ നന്നാവില്ല. ദ ഹാൻഡ് ദാറ്റ് റോക്സ് ദ ക്രാഡിൽ റൂൾസ് ദ വേൾഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? തൊട്ടിലാട്ടും കരങ്ങൾ ലോകം ഭരിച്ചിടും എന്നുള്ള ആപ്തവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ മേലുള്ള സ്വാധീനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തവണ്ണം അത്രയേറെയാണ്. വൈകാരികമായിട്ടുള്ള കണക്ഷനാണ്. ഈ വൈകാരിക ബന്ധം കൊണ്ടാണ് മക്കളെ സ്വാധീനിക്കാൻ അമ്മമാർക്ക് സാധിക്കുന്നത്. ജോൺ വെസ്ലിയുടെയും ചാൾസ് വെസ്ലിയുടെയൊക്കെ അമ്മയായിട്ടുള്ള സൂസൻ വെസ്ലിയുടെ കഥയൊക്കെ നിങ്ങളോട് വീണ്ടും പറയേണ്ട കാര്യമില്ല. എത്ര മക്കളുണ്ടായിരുന്നു അവർക്ക്? 19 മക്കളുണ്ടായിരുന്നു. ഈ സ്ത്രീ ഈ മക്കളെ ഒക്കെ ദൈവഭയത്തിൽ ദൈവിക മൂല്യങ്ങളുള്ളവരായി അച്ചടക്കമുള്ളവരായിട്ട് പരിശീലിപ്പിച്ചു. ലോകപ്രസിദ്ധ സുവിശേഷകന്മാരായിട്ടുള്ള 2 പേരെ കുറിച്ച് നമുക്കറിയാം. എന്നാൽ നിങ്ങൾക്കറിയോ, ഈ സ്ത്രീ ദിവസം 2 മണിക്കൂറെങ്കിലും ബൈബിൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും കണ്ടെത്തിയിരുന്നു. സ്വന്തമായിട്ട്. വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളിലും അധ്വാനിക്കാനായിട്ട് ഈ സഹോദരി ശ്രമിച്ചു വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നിങ്ങളുടെ വീട് പണിയുക. മക്കളെക്കുറിച്ച് പിൽക്കാലത്ത് സങ്കടപ്പെടാൻ ഇടവരുന്ന
വരെത്താതെ ഇരിക്കണമെങ്കിൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവർക്ക് അവൈലബിൾ ആയിരിക്കണം. മക്കൾക്ക് അമ്മമാരെ കിട്ടണം. അമ്മമാരെ അടുത്തിരുന്ന് അവർക്ക് ആത്മീയ പാഠങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചാൽ അങ്ങനെ നമ്മുടെ വീടുകൾ പണിയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വീട് പണിയണം. ഞാനത് വിശദമായിട്ട് പറയുന്നില്ല, നമുക്കറിയാം. അപ്പോൾ ഭർത്താക്കന്മാരെ, നിങ്ങൾക്കുള്ള പങ്ക് എന്താണ്? മക്കളെ പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ ഭർത്താക്കന്മാർക്ക് നല്ല പങ്കുണ്ട്. ഒരു വീടിൻ്റെ ആത്മീയ ഉത്കർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കെന്ന് പറയുന്നത് അച്ചടക്കമുള്ള ഫലപ്രദമായ ഒരു കുടുംബാരാധനയാണ്. കുടുംബാരാധനയ്ക്ക് മുൻകൈ എടുക്കേണ്ടതും നേതൃത്വം എടുക്കേണ്ടതും ആരാണ്? ഭാര്യമാരാണോ ഭർത്താക്കന്മാരാണോ? ചോദിക്കാൻ ആവശ്യമില്ല, ഭർത്താക്കന്മാരാണ്. അപ്പോൾ ചിട്ടയായിട്ട് കുടുംബാരാധന നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും, ഭാര്യമാർ ചില ചോദ്യങ്ങളൊക്കെ സഭയിൽ ചോദിക്കുന്നതിനെക്കുറിച്ച് കുറിഞ്ചലേന്തി പറയുന്നുണ്ട് അല്ലേ? അവർക്ക് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പഠിക്കണം, പഠിപ്പിക്കണം. കുടുംബാരാധന ഫലപ്രദമായിട്ട് നടക്കാനായിട്ട് മുൻകൈ എടുക്കാനായിട്ട് ഭർത്താക്കന്മാർ തന്നെ ശ്രദ്ധിക്കണം. അപ്പം അത് ഒന്നാമത്തെ തലക്കെട്ട് കഴിഞ്ഞു, ഭാര്യമാർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബന്ധങ്ങൾ പണിയുക എന്നുള്ളതാണ്. കുടുംബത്തിലായാലും സഭയിലായാലും ബന്ധങ്ങൾ പണിയാനാണെങ്കിലും പൊളിക്കാനാണെങ്കിലും സ്ത്രീകളെപ്പോലെ പ്രാപ്തിയുള്ളവരാരുമില്ല. വീട്ടിലായാലും സഭയിലായാലും ഭിന്നതയുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ ആളുകളും എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റിയ ആളുകളും സഹോദരിമാരാണ്. നമുക്ക് സദൃശവാക്യം 14-ന്റെ 1-ാം വാക്യം നമുക്കറിയാം. എന്താണ്? സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈയാൽ പൊളിച്ചു കളയുന്നു. ആരാ വീട് പണിയുന്നത്? സ്ത്രീകളിൽ. ഈ ജ്ഞാനം എവിടുന്നാ വരുന്നത്? യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നോട് പറയണ്ട, നിങ്ങൾ തമ്മിൽ പറഞ്ഞാൽ മതി. വീട്ടിലെ തിരക്കും ബന്ധപ്പാടിൻ്റെ ഇടയ്ക്ക് ബൈബിൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സമയമെടുക്കുന്നത് നിങ്ങളുടെ മുൻഗണനയാണോ? ഇവിടുത്തെ എത്ര അമ്മമാർ, സഹോദരിമാർ, ജോലിക്ക് പോകുന്നവർ, ജോലിക്ക് പോകാത്തവർ ചിട്ടയായിട്ട് ബൈബിൾ ധ്യാനിക്കുകയും അതിലെ ചിന്തകൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന വിധത്തിൽ നോട്ട്സ് എഴുതുകയും ഫലപ്രദമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവില്ല. ജ്ഞാനമില്ലാത്ത ആളെ ബൈബിൾ വിളിക്കുന്ന പേര് ഭോഷത്വമുള്ള ആളെന്നാണ്. പക്ഷേ നിങ്ങളിങ്ങനെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും സമയമില്ലെന്ന് പറയുമ്പോൾ എന്തൊക്കെ ബന്ധപ്പാടുണ്ട് സഹോദരൻ. അവരുടെ അവിടെ കയറി നിന്ന് പ്രസംഗിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ സൂസൻ്റെ സഹോദരിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുമാത്രമല്ല, ഈ പോക്ക് പോയാൽ നിങ്ങൾ വീടും പൊളിക്കും, സഭയും പൊളിക്കും, പ്രശ്നക്കാരികളായിത്തീരും. സ്ത്രീ പ്രശ്നക്കാരിയായാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം ശലോമൻ സദൃശവാക്യങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ? അതിലും ഭേദം മേപ്പരയുടെ കോടിയിൽ പോയി താമസിക്കുന്നതാണ് എന്നൊക്കെയുള്ള വാക്യങ്ങൾ കേട്ടിട്ടില്ലേ? അവര് ഭോഷത്വമുള്ളവളായി തീർന്ന സഹിക്കൂല. അത് സഭയിലും ഒരു വലിയ പ്രശ്നക്കാരിയായി തീരും. അപ്പോൾ വീട്ടിൽ ബന്ധങ്ങൾ പണിയുന്ന സഹോദരിമാരെ സഭയിലും നല്ല ബന്ധങ്ങൾ പണിയുന്നവരായിരിക്കും. വീട്ടിലെ ബന്ധങ്ങൾ പൊളിക്കുന്നവർ സഭയിലും പൊളിക്കുന്നവരായിരിക്കും. നിങ്ങൾക്കറിയോ, ഏത് നല്ല വീടിനെ പരിശോധിച്ചാലും ആ വീടിൻ്റെ ഒരുമയുടെ പുറകിൽ ഒരു നല്ല അമ്മയുണ്ടാവും. ഏത് പൊളിഞ്ഞ വീടിനെ പരിശോധിച്ച് നോക്കിയാലും ആ പൊളിഞ്ഞ വീടിൻ്റെ പുറകിലും
ഒരു അമ്മയുണ്ട്. എനിക്ക് നേരിട്ടറിയുന്ന അനേക കഥകളുണ്ട്. ഒരു കഥ മാത്രം ഞാൻ ചുരുക്കമായിട്ട് സൂചിപ്പിക്കുക. എനിക്ക് നന്നായി അറിയുന്ന കുടുംബമാണ്. 4 മക്കളുണ്ട് ആ വീട്ടിൽ, 2 ആണും 2 പെണ്ണും. അവർ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഈ 4 മക്കൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പറഞ്ഞെന്നാണ് അവർ തന്നെ എന്നോട് പറഞ്ഞതാണ്, നമുക്കാർക്ക് കല്യാണം കഴിക്കണ്ട കേട്ടോ, നമുക്ക് എപ്പോഴും ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കാം. പക്ഷെ കല്യാണം കഴിച്ചു. ആ അമ്മയുടെ പ്രാപ്തി കൊണ്ട് ഒരേ പറമ്പിൽ തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരി ഈ അമ്മയ്ക്ക് വയ്യാതെ വന്ന് കിടന്നിട്ട് തിരിഞ്ഞു നോക്കുക വരെ ചെയ്യാനുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, മക്കളെ തമ്മിൽ വിവേചിച്ച് കാണരുത്. എല്ലാ മക്കളെയും ഒരേപോലെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലർ കഴിവുള്ളവരായിരിക്കും, ചിലർ കളറുള്ളവരായിരിക്കും, ചിലർ പ്രാപ്തിയുള്ളവരായിരിക്കും. എല്ലാവരും നമ്മൾ ഒരേ തരത്തിൽ കാണാനായിട്ട് സാധിക്കണം. സഭയിൽ ഇത് പ്രമാണമാണ്. സഭയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാവ്യമാണ് എഫെസ്യ ലേഖനം. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുടുംബമാണ്. ദൈവത്തിൻ്റെ കുടുംബത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. ഇവിടെ കൂടിയ പാപികളും കുറഞ്ഞ പാപികളും ഉണ്ടോ? നമ്മളെല്ലാവരും ഒരേ അളവിൽ പാപികളാണ്. നമ്മൾക്കെല്ലാവർക്കും കിട്ടിയ രക്ഷ ഒരേ രക്ഷയാണ്. എന്നാൽ എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടിയ തെറ്റായിട്ടുള്ള പരിശീലനം കൊണ്ട് സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക ഏറ്റക്കുറച്ചിലുകൾ പരിഗണിച്ച് ചിലരെ കേമന്മാരും കേബികളുമായി കാണാനും ചിലരെ മോശക്കാരായി കാണാനുമായിട്ടാണ് നമ്മൾ പരിശീലിച്ചു പോകുന്നത്. അതിൻ്റെ അപകടം വളരെയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഒരുമയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്ന സ്ത്രീകൾ സഭയിലും പൊതുവെ ഒരുമ പണിയുന്നവരായിരിക്കും. ശ്രദ്ധിച്ചോ? നിങ്ങളുടെ വീട്ടിലെ സംസ്കാരമാണ് നിങ്ങളെ സഭയിലേക്ക് കൊണ്ടുവരിക. സഭയിൽ പ്രശ്നമുണ്ടാക്കുന്ന സഹോദരിമാരുണ്ട്. ഞാനിപ്പോൾ പ്രത്യേക കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത്. ഈ സഹോദരിമാർക്ക് വീട്ടിലും മനസ്സമാധാനത്തോടു കൂടി ബാക്കി ആളുകളെ കിടത്തി ഉറക്കുന്ന ആളുകളല്ല. അവർ ഭക്തരായിട്ടുള്ള സ്ത്രീകളല്ല, അവർ യഹോവ ഭക്തിയുള്ള ആളുകളല്ല. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് രക്ഷയുടെ സമൃദ്ധി അനുഭവിക്കുന്ന ഒരാൾക്കും സഭയിലെ മറ്റ് അംഗങ്ങളെ ചെറുതായി കാണാനോ വലുതായി കാണാനോ സാധിക്കില്ല. എല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണെന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട കാലം തൊട്ടേ കേൾക്കുന്ന പ്രസംഗമാണ്. എന്നിട്ട് എല്ലാവരും ഒരേപോലെയാണോ നമ്മൾ കാണുന്നത്? നമുക്ക്, ഞാൻ കോഴിക്കോട് സഭയിൽ സ്ഥിരം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, നമ്മളെല്ലാവരും തുല്യരാണ്. ദൈവം നമ്മളെ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. ദൈവത്തിൽ നിന്ന് കിട്ടിയ നന്മയുടെ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയാനും സ്തോത്രം പറയാനുമായിട്ടാണ് നിങ്ങൾ സഭയിൽ വരേണ്ടത്, സഭായോഗത്തിൽ വരേണ്ടത്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ആരും വരണ്ട. ഇവിടെ അങ്ങനെ ആളുകൾക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന സ്ഥലമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് തന്നതാണ്. നമ്മൾ ആളുകളുടെ കാര്യം നോക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ അത് കിട്ടാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് സുവിശേഷം മനസ്സിലായിട്ടില്ല. സുവിശേഷം യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇനിയും കിട്ടണമെന്ന് പറയില്ല. അവർ പറയുന്നത് ഇനി ഞാൻ കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കാം, സഭയിൽ വരുന്നത് ചില സഭായോഗത്തിനെ കുറിച്ച് മാത്രമല്ല, ഒരു സഭയായിട്ട് നമ്മൾ കഴിയുന്ന സമയത്ത് സഹോദരിമാർക്കായാലും ഉണ്ടാകേണ്ട മനോഭാവം എന്താണ്? ഇനിയും പോരേണ്ടത് പോരട്ടെ, ഇനിയും കിട്ടേണ്ടത് കിട്ടട്ടെ എന്നുള്ള ചിന്തയാണോ? അതോ ഞാൻ ഇനിയും കൊടുക്കട്ടെ എന്ന ചിന്തയാണോ?
എന്താ ഉള്ളേ കൊടുക്കാൻ? അതിനാണ് ദൈവം നൽകിയിരിക്കുന്ന ആത്മവരങ്ങൾ എന്ന് നാം വായിക്കുന്നത്. ആത്മവരങ്ങളെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ സമയമില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ആത്മവരമില്ലാത്തവരാരും ഇവിടെയില്ല. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആത്മവരമുണ്ട്. ആത്മവരം എന്താണെന്ന് കൂടി ഞാൻ പറയാം. സഭയിലെ മറ്റ് വിശുദ്ധന്മാരെ എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അടക്കം ശുശ്രൂഷിക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന പ്രത്യേക കഴിവുകളാണ് ആത്മവരം. ആത്മവരങ്ങളുടെ ലിസ്റ്റൊക്കെ നമുക്കറിയാം. സഹായം ചെയ്യലും, പ്രബോധിപ്പിക്കലും, ഉത്സാഹിപ്പിക്കലും എല്ലാം അതിനകത്തുണ്ട്. സേവനം ചെയ്യലും ശുശ്രൂഷ ചെയ്യലും ഒക്കെ ഉണ്ട്. അപ്പോൾ സഭയിലുള്ള ഓരോ സഹോദരന്മാരും ചിന്തിക്കേണ്ട ഒരു ചിന്ത, ഇത് പൊതുവായിട്ടുള്ള പ്രമാണമാണ്. ഞാൻ സഭയിലെ ഏത് സഹോദരനെ ഏത് സഹായം ചെയ്യട്ടെ, അതിനുള്ള അവസരം എനിക്ക് കിട്ടിയാൽ അത് ഭാഗ്യമല്ലേ എന്ന് ചിന്തിക്കാനായിട്ട് ഉള്ള മനോഭാവം നമുക്ക് വേണം. ആ കാഴ്ച നമുക്കില്ല. നമുക്ക് പലപ്പോഴും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴമില്ലാത്തത് കൊണ്ട് ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള സമർപ്പണം നമുക്ക് പലപ്പോഴും ഇല്ല. കർത്താവ് പറഞ്ഞൊരു വാക്യം എല്ലാവർക്കും മനപ്പാടെ അറിയുന്നൊരു വാക്യം ഞാൻ പറയട്ടെ. ഏതാ? ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി എൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്ര മനുഷ്യപുത്രൻ വന്നത്. അപ്പം നമ്മളെന്തിനാ വന്നത്? നമ്മളുടെ പരിപാടി എന്താ? കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയതിന് ശേഷം കർത്താവ് സീറ്റ് കയറി ഇരുന്നിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞ്? നിങ്ങളുടെ ഗുരുവോ കർത്താവുമായിട്ടുള്ള ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയതെങ്കിൽ നിങ്ങൾ പരസ്പരം കാലുകൾ കഴുകണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഏറ്റവും നീചമെന്ന് തോന്നുന്ന ശുശ്രൂഷ വരെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഉത്സാഹിപ്പിക്കലാണ് ആ വാക്യങ്ങളിലുള്ളത്. പക്ഷെ സഭയിലുള്ള ആളുകളുടെ പരാതി എന്താ? ഞാൻ കാല് നീട്ടി വെച്ചിരുന്നു, എൻ്റെ കാലാരും കഴുകിയില്ല, നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? എന്നെ കാണുന്നില്ലേ? സഹോദരിമാരാണ് പൊതുവെ പിറുപിറുപ്പും പരാതിക്കാരെന്താ പറയുന്നത് എൻ്റെ കാല് കഴുകിയില്ല, എനിക്ക് ശുശ്രൂഷ ചെയ്തില്ല. അപ്പം ഈ ശുശ്രൂഷ ചെയ്യുക, കാല് കഴുകുക എന്ന് പറയുന്നത് മാത്രം ഏറ്റവും നീചമായിട്ടെന്ന് സമൂഹം കണക്കാക്കുന്ന കാര്യങ്ങൾ വരെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനുള്ള മനസ്സുമാണെങ്കിൽ കർത്താവിനുള്ള മനോഭാവം നമുക്കുണ്ടാവണം. ഞാൻ വലിയ ആളാണെന്ന് ചിന്തിച്ചാൽ പോയി. ഞാൻ വലിയ ആളല്ല, ഞാൻ ഏറ്റവും ചെറിയ ആളെന്ന് എന്നെക്കുറിച്ച് കണക്കാക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനോ മറ്റുള്ളവരുടെ നന്മ അന്വേഷിക്കാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ബന്ധങ്ങൾ പണിയുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. എന്താണ്? എന്നെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലാക്കലിൽ ദൈവവചനപ്രകാരമുള്ള സമീപനം എനിക്കുണ്ടായിരിക്കുക. എന്നെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലാക്കലിൽ ദൈവവചനപ്രകാരമുള്ള സമീപനം എനിക്കുണ്ടായിരിക്കുക. എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇവിടെ ആക്കി വെച്ചതാണ്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സുസ്ഥിതിക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ 2 കാര്യങ്ങളാണ് സഭയുടെ സുസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 1 ഒരുമ, ഐക്യം. 2 തികവ്, ക്രിസ്തുവെന്ന തലയോളം എല്ലാവരും വളരുക. ഇപ്പം സഭയിലാണെങ്കിൽ 2 തരം ശുശ്രൂഷകളുണ്ട്. ഒരുമയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ശുശ്രൂഷയുണ്ട്. അതുപോലെ തന്നെ തികവിന് വേണ്ടി മറ്റുള്ളവരെ വചനം അഭ്യസിപ്പിക്കുന്ന ശുശ്രൂഷയുണ്ട്. സഹോദരന്മാരുടെ ഇടയിലാണെങ്കിലും എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ടുള്ള മനോഭാവവും സമീപനവും, അതിനോടൊപ്പം തന്നെ പ്രബോധനം പറഞ്ഞേണ്ടവർക്ക്
പ്രബോധനം പറഞ്ഞ് തിരുത്തൽ വേണ്ടവർക്ക് തിരുത്തൽ കൊടുത്ത് ഉത്സാഹിപ്പിക്കൽ വേണ്ടവർക്ക് ഉത്സാഹിപ്പിക്കൽ കൊടുത്ത് ചേർത്ത് പണിയാനായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് സഭയിൽ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭ വളരുന്ന സഭയാണോ തളരുന്ന സഭയാണോ, അതോ സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ എങ്ങനെയോ നിന്ന് പോകുന്നു എന്നുള്ള നിലയിലുള്ളൊരു സഭയാണ്? വളരണമെങ്കിൽ ബന്ധങ്ങളിൽ വളർച്ച വരണം. വളരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തുന്ന ഒരു പരിശീലന പരിപാടി ഉണ്ടായിരിക്കണം. എന്നാൽ സഭയുടെ പൊതുവായിട്ടുള്ള കാര്യം വിട്ടിട്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ചിന്തിച്ചോ, ഞാൻ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണോ അതോ തളർന്നുകൊണ്ടിരിക്കുകയാണോ അതോ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുകയാണോ? വളർച്ച എനിക്കില്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ വളർത്താൻ സാധിക്കുമോ? നമ്മുടെ മനോഭാവങ്ങളിൽ കാര്യപ്പെട്ട മാറ്റം സംഭവിക്കാനുണ്ട്. പാട്രിക് സാറ് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പ്രശ്നങ്ങളില്ലാത്ത സഭയില്ല. അതൊരു അതിശയോക്തിയല്ല. ഇത്രയും പേര് 50 or 100 പേരുള്ളൊരു സഭയിൽ വ്യത്യസ്തരങ്ങളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും സാമ്പത്തിക യോഗ്യതയൊക്കെയുള്ള പരിസ്ഥിതിയൊക്കെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കുടുംബമായി കഴിയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതാണ് ദൈവത്തിൻ്റെ സഭയുടെ മധുരം, അതാണ് ദൈവത്തിൻ്റെ സഭയുടെ സൗന്ദര്യം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചിന്ത, ഈ സഭയിലെ ഒരുമ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സഭയിലെ ഓരോ വിശ്വാസിയും പുഷ്ടി വെച്ച് കർത്താവിനെ പോലെ ആയിത്തീരുന്നതിന് തക്കവണ്ണം എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. ഒറ്റയ്ക്കിരുന്ന് ആരോടൊന്നും മിണ്ടാതെ മൂലക്കൂടെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ ചെയ്യേണ്ടതായിട്ട് കാര്യങ്ങൾ അവരെ കാണിച്ചു കൊടുക്കണം, അവരെ പ്രബോധിപ്പിക്കണം. പലർക്കും പ്രബോധിപ്പിക്കാനായിട്ട് പേടിയാണ്. പാട്രിക് സാർ സൂചിപ്പിച്ച പോലെ തെറ്റിദ്ധരുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് മെച്ചമായിട്ട് ചെയ്യാനുള്ള വിധത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തെ ശത്രുവായി കാണുന്ന ഒരു അപകടമുണ്ട്. പക്ഷെ ആ അപകടം ഉൾക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, സഭയിലെ മൂപ്പന്മാർ മാത്രം ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല. ദൈവം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരും ചെയ്യണം. ഇപ്പോൾ കോഴിക്കോട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് 1 മണിക്കൂറിലേറെ അവിടെ തന്നെ നിൽക്കും. എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ഞങ്ങൾ ഏകദേശം 80 അംഗങ്ങളെങ്കിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സംസാരിക്കാൻ എനിക്ക് പറ്റുമോ? പിന്നെ ബാക്കി ദിവസങ്ങളിലാണെങ്കിലും എല്ലാവരും പോയി സന്ദർശിക്കാൻ പറ്റുമോ? പക്ഷേ ഇത് മാത്രമല്ല, ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ ഫലപ്രദമായിട്ട് മറ്റുള്ളവർ സംസാരിച്ചാൽ ഫലപ്രദമാകുന്ന അല്ലെങ്കിൽ മാറ്റമുണ്ടാകുന്ന സഹോദരന്മാരുണ്ട്. അത് ചെയ്യണം. അപ്പോൾ സഹോദരിമാരെ, സഭയുടെ വളർച്ചയിൽ ബന്ധങ്ങൾ പണിതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് വളരെയേറെ സാധിക്കും. നിങ്ങളത് ചെയ്യണം. സഹോദരിമാരെ കുറിച്ച് ഞാൻ കണ്ടിരിക്കുന്ന ഒരു അപകടം എന്തെന്ന് വെച്ചാൽ, ഇവർ വർത്തമാനപ്രിയരാണ്. വർത്തമാനം പറയാൻ ഇന്നിപ്പോൾ ഓൺലൈൻ മീഡിയ വന്നുകൊണ്ട് ധാരാളം അവസരമുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ? ഇവരുടെ അടുത്ത കൂട്ടുകാരികൾ കുറച്ച് പേര് കൂടി ഇങ്ങനെ കൂട്ടുകൂടി വർത്തമാനം പറയും. അതിന് എല്ലാവരും കൂടിയുള്ള സമയം ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി സഹോദരന്മാരെ കൂടി ചേർത്ത് പിടിച്ച് ഉത്സാഹിപ്പിക്കാനായിട്ട് ആ സമയം ഉപയോഗിക്കണം. പുതുതായിട്ട് വന്ന ആളുകളെ ഉത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ സാധാരണ ആരോടും വർത്തമാനമൊന്നും പറയാതെ മൂലയ്ക്കിലിരിക്കുന്ന സഹോദരിയെ പോയി കണ്ട് ഉത്സാഹിപ്പിക്കണം. ഈ വിധത്തിൽ ബന്ധങ്ങൾ പണിയുന്നത് വഴി നമുക്ക് സഭയിൽ വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സഹോദരന്മാർക്കും സാധിക്കും. സഹോദരന്മാർ അങ്ങനെ കൂട്ടുകൂടി വർത്തമാനം പറയുന്നത് ചുരുക്കമാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അവർ പറയില്ല. അവർ ട്രംപിൻ്റെ തീരുവയെക്കുറിച്ചും അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ഇന്ത്യ
ഓയിൽ വാങ്ങുന്നതിന് വേണ്ടി കരാറുണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ മെമ്മെ തൊടുന്നൊരു കാര്യങ്ങൾ അവർ പറയില്ല. ബന്ധങ്ങൾ പണിയണമെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ പറയണം. എല്ലാം പറയണ്ട, പറയാൻ പറ്റുമല്ലോ. പക്ഷെ പറയാൻ പറ്റുന്ന പേഴ്സണൽ കാര്യങ്ങൾ പറയാനും കേൾക്കാനുമായിട്ടുള്ള മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ പണിയപ്പെടുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. യോഹന്നാന്റെ ലേഖനത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട് സ്നേഹത്തെക്കുറിച്ച്. 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 1-ാം ലേഖനം 4:7-8. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ സ്നേഹത്തിൻ്റെ തെളിവ് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അതിനെക്കുറിച്ചൊരു വാക്യം വായിക്കാം. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കാം. യാക്കോബ് പറയുന്ന വാക്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു. ഞാൻ ഈയിടെ ആ പാസേജ് വായിച്ചു. എബ്രഹാം വിശ്വാസിയാണെന്ന് തെളിയിച്ച് എങ്ങനെയാണ്? മകനെ ബലിയർപ്പിച്ചുകൊണ്ട്. ചെലവുണ്ടായിരുന്നു, അല്ലെങ്കിൽ റിസ്ക് എടുത്ത് ദൈവത്തിൽ വിശ്വാസം തെളിയിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ തെളിയിക്കണമെങ്കിൽ റിസ്ക് എടുക്കണം, ബന്ധപ്പെടണം. രാഹാബ് ദൂതരെ കൈക്കൊണ്ട് വേറെ വഴി പറഞ്ഞു വിട്ടപ്പോൾ അവളെ രാജാവ് പിടിച്ച് അവളെ കൊന്നുകളഞ്ഞേനല്ലോ. ഈ ദൈവത്തിൽ അവൾ വിശ്വാസം ഉണ്ടെന്ന് തെളിയിച്ചു. ഞാൻ ചോദിക്കട്ടെ, സഭയിൽ ബന്ധങ്ങൾ പണിയുന്ന, സഭയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, എന്ത് തെളിവ് പറയാനാണ്? ബന്ധങ്ങൾ പണിയുന്ന കാര്യത്തിൽ, സേവനം ചെയ്യുന്ന കാര്യത്തിൽ, ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ, പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ച വേണ്ട, ഒരു മാസമായിട്ട് ഞാൻ എന്ത് കോൺട്രിബ്യൂഷൻ നൽകി എന്ന് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വീട് പണിയുക ഒന്നാമതായിട്ട്. അത് വീട് പണിയുന്ന കാര്യത്തിൽ പഠിപ്പിക്കാനായിട്ടുള്ള പശ്ചാത്തലം നമ്മൾ ഒരുക്കുകയും മുതിർന്ന സഹോദരിമാരെ ശ്രദ്ധിക്കുകയും ചെയ്യുക. 2, ബന്ധങ്ങൾ പണിയുക. സഭയിലെ ബന്ധങ്ങൾ പൊട്ടിപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക. 3-ാമതായിട്ട് പറഞ്ഞത് തുറന്ന ഭവനങ്ങൾ പണിയുക എന്നുള്ളതാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. വീട്ടിൽ വന്നവരുടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ഇങ്ങനെ ഒരു വാക്കും പറയാതെ ഇങ്ങനെ ഒരു മനുഷ്യരെ വീട്ടിൽ കൊണ്ടുവന്നാൽ എങ്ങനെയാ? ഇവിടെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല, എന്തെങ്കിലും ആഹാരം കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഇങ്ങനെ പെട്ടെന്ന് കൊടുത്താൽ എന്താ, ഞാനെന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇവൻ കല്യാണം കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു ഡെമോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. നമ്മുടെ വീടുകളിൽ ഇങ്ങനത്തെ ഡെമോ നടക്കുന്നുണ്ടോ? തുറന്ന ഭവനങ്ങളാണ് ഒരു സഭയ്ക്ക് വളർച്ചയ്ക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള അടിത്തറ എന്ന് തന്നെ ഞാൻ പറയും. തുറന്ന ഭവനങ്ങൾ. നമുക്ക് ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 16:15. സഹോദരന്മാരെ, സ്തെഫനാസിൻ്റെ കുടുംബം അഖായയിലെ ആദ്യഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അഖായയിലെ സഭ പണിയുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ കൊറിന്തിലെ സഭ പണിയുന്ന കാര്യത്തിൽ ഈ സഹോദരൻ്റെ കുടുംബം വളരെ അധ്വാനിച്ചു. അവർ കുടുംബമായിട്ട് അധ്വാനിച്ചു എന്ന് വെച്ചാൽ അവരുടെ വീട് ആ സഭയിലെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16:15. ലുദിയയെക്കുറിച്ച്, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചതാണ്.
അങ്ങനെ ആൾക്കാരെ നിർബന്ധിക്കാറുണ്ടോ? വീട്ടിൽ വന്ന് പറക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാറുണ്ടോ? അപ്പസ്തല പ്രവൃത്തി 18:26 അപ്പല്ലോസിനെ കുറിച്ചാണ്. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അക്വിലാസും പ്രിസ്കില്ലയും കൊരിന്തിൽ വെച്ച് പൗലോസിനെ വീട്ടിൽ കൊണ്ട് ജോലി ചെയ്തു പോരുന്നിരുന്ന കാര്യം നമുക്കറിയാം. പിന്നീട് അവർ എഫെസോസിലെത്തി. അവിടെ സഭയ്ക്ക് സഹായികളായിരുന്നു. റോമിൽ വീണ്ടും തിരിച്ചുപോയി. അവിടെയും അവർ നല്ല ശുശ്രൂഷ ചെയ്തു. 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കാം. ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അക്വിലായെയും ബന്ധനം ചെയ്യുവിൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും കൂടി നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും ബന്ധനം ചെയ്യുവിൻ. വീട്ടിൽ കൂടുന്ന സഭകളിപ്പോൾ ഉണ്ടോ? അത് ചുരുക്കമാണ്. സഹോദരന്മാരെ വീട്ടിൽ കൂടി താമസിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പല സ്വാതന്ത്ര്യങ്ങളും കളയുന്ന, പല ബന്ധപ്പാടുകളും ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഭവനങ്ങളിൽ സഹോദരന്മാരും സഹോദരിമാരും വന്ന് താമസിക്കുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിലും വളരെ സംഭാവന നൽകാനായിട്ട് ഈ കുടുംബത്തിന് സാധിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, പല സംസാരങ്ങളും നടക്കില്ലേ, വളരെ നന്മ അതുകൊണ്ട് ഉണ്ടാകാൻ സാധിക്കും. ഗായോസ് കുടുംബത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 5-6 വാക്യങ്ങൾ. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഒറ്റ കാര്യം ഞാൻ പറയാം, വീട് തുറന്ന ഭവനമാക്കുന്നതിൽ സഹോദരിമാരുടെ പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നേരത്തെ ഒരു ഡെമോയുടെ കാര്യം പറഞ്ഞല്ലേ, സഹോദരന്മാർക്ക് ഉത്തരവാദിത്വം കുറവാണല്ലോ. ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നാൽ മതി, വീട്ടിലെ കാര്യങ്ങളൊക്കെ സഹോദരിമാരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അതൊരു ഭാഗ്യമായി കണ്ട് സഹോദരിമാരെ വീട്ടിൽ ചേർക്കാനും കുടുംബങ്ങളെ വീട്ടിൽ ചേർക്കാനും അവരുമായിട്ട് ഫലപ്രദമായിട്ട് സമയം ചെലവഴിക്കാനും സാധിച്ചാൽ ആ സഭയ്ക്ക് അത് പുഷ്ടി ഉണ്ടാക്കുന്നൊരു അനുഭവമായിരിക്കും. എന്നാൽ സമാപനത്തിൽ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, കുടുംബം പണിയുക, വീട് പണിയുക. അതിന് എന്താ ചെയ്യേണ്ടതെന്ന കാര്യം ഞാൻ പറഞ്ഞു. മുതിർന്ന സഹോദരന്മാർ പഠിപ്പിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. 2, ബന്ധങ്ങൾ പണിയുക. ദൈവഭക്തരായിരിക്കുക, വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള കാര്യം ഒരിക്കലും ഒഴിവാക്കരുത്. അത് ഒഴിവാക്കിയാൽ നമ്മൾ ജ്ഞാനമില്ലാത്തവരും ബോഷത്വമുള്ളവളുമായി നമ്മൾ വീട് പൊളിക്കും, സഭയും പൊളിക്കും. 3, തുറന്ന ഭവനങ്ങൾ പണിയുക. നമ്മൾ തിരക്കാണ്, എല്ലാ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ ആളുകളെ വിളിക്കാനും സൽക്കരിക്കാനൊന്നും ഒഴിവില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് നമ്മുടെ പ്രയോറിറ്റി ആണെങ്കിൽ, നമ്മുടെ മുൻഗണനയാണെങ്കിൽ ഇതിന് നമ്മൾ സമയം കണ്ടെത്തും. ഇനി സമാപനത്തിൽ സഹോദരന്മാരോട് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റുമോ? സഹോദരന്മാരെ, നിങ്ങളുടെ റോൾ എന്താ? ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സഹോദരന്മാരും ചെയ്യുന്ന ജോലി ഒരു ജോലി തന്നെയാണ്. നമ്മളൊരു ടീമാണ്. ഭാര്യയും ഭർത്താവും ഒരു ടീമിലെ അംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവരായിട്ട് കോമ്പറ്റീഷനൊന്നും പോകണ്ട. അവരുടെ കഴിവുകളും പ്രാപ്തികളും സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞ് അതിനുവേണ്ടി അവരെ ഉത്സാഹിപ്പിക്കണം. ഭാര്യമാരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായമായിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും ലളിതമായിട്ടൊരു കാര്യം പറയാം. സഹോദരി മറ്റൊരു സഹോദരിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? ഭക്ഷണം എടുത്തു വെച്ചിരിക്കുകയാണ്. ആ നേരത്താണ് ഫോൺ വന്നത്. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. എടി, ആ ഫോണൊന്ന് വെക്കുക, നമുക്കിത് കഴിക്കാം എന്ന് പറയാനായിട്ട് തോന്നുന്ന സമയമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പറയുന്നത്, കുറച്ച് സഹിക്കുക, പക്ഷെ സഹോദരിമാർക്ക് കുറച്ചൊരു ഓർമ്മയുണ്ടായിരിക്കുക. സഹോദരിമാർക്ക് അവർ ചേർന്നുള്ള പ്രവർത്തനത്തിന് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. സഹോദരന്മാർ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹോദരിമാർ ഞങ്ങളുടെ സ്വത്താണെന്നുള്ള പട്ടിൽ വെച്ചിരിക്കുക. എൻ്റെ അവകാശമാണ്, എൻ്റെ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടി നടത്തി വെച്ചിരിക്കുകയാണെന്നുള്ള ചിന്ത കൊള്ളൂല. സഹോദരിമാരുടെ കോൺട്രിബ്യൂഷൻ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അവരുടെ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് അവരെ ഉത്സാഹിപ്പിക്കുക.
പിന്നെ കൊറോണ വരുത്തിയൊരു നന്മയുണ്ട്. എന്താ കൊറോണ വരുത്തിയ നന്മ? ഓൺലൈൻ പരിപാടികൾ. അപ്പോൾ അതിലൂടെ സഹോദരിമാർക്ക് വചനം പഠിപ്പിക്കാനും കൂട്ടായ്മയ്ക്കൊക്കെ ഉള്ള ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷെ കുടുംബം ഒന്നാമത്തെ സ്ഥാനമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പിന്നെ സഹോദരിമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുവിശേഷ പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തമാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയി സുവിശേഷം പറയുന്നത് നല്ല കാര്യമാണ്. അല്ലെങ്കിലും ബന്ധങ്ങളാണല്ലോ സുവിശേഷത്തിൻ്റെ കാതൽ. സഹോദരിമാർക്ക് ചേർന്ന് തന്നെ വീടുകളിൽ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പീൻ സഭയിലെ 2 സഹോദരിമാരെ കുറിച്ച് ആദ്യം അവർ തമ്മിൽ ഏകചിന്തയോടെ ഇരിക്കാൻ പ്രബോധിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരെക്കുറിച്ച് പറഞ്ഞൊരു നല്ല കാര്യമുണ്ട്. എന്താ? അവർ സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു സഭയുടെ സുവിശേഷ പ്രവർത്തനം മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം സഹോദരിമാർക്ക് അവസരം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സഹോദരിമാർ പോകുന്നില്ല എന്നുള്ള കാര്യം. നമുക്കൊരു പാട്ട് കേട്ടാലോ? Blessed assurance, Jesus is mine. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long. Perfect submission, perfect delight, visions of rapture now burst on my side. Angels descending, ring from above, echoes of mercy, whispers of love. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long. Perfect submission, all is at rest. I in my Savior am happy and blessed, watching and waiting, looking above, filled with His goodness,
is my story. This is my song, praising my Savior all the day long. This is my story. This is my song, praising my Savior all the day long. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ക്രിസ്തീയ ഗാനങ്ങൾ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിയ ഫാനി ജെ ക്രോസ്ബി എന്ന് പറയുന്ന ഒരു വനിത എഴുതിയ പാട്ടാണ്. ഈ സഹോദരിയെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. 6 ആഴ്ച ഈ സഹോദരിക്ക് പ്രായമുണ്ടായിരുന്ന സമയത്ത് ഒരു മുറിവൈദ്യൻ്റെ ചികിത്സാ പിഴവ് കൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ കാഴ്ച കംപ്ലീറ്റ് പോയി. 1 വയസ്സ് പ്രായമായപ്പോൾ അപ്പം മരിച്ചുപോയി. അമ്മയും വല്യമ്മയും കൂടി പഠിപ്പിച്ചു. കാഴ്ചയില്ലാത്തതിനെ കുറിച്ച് ഈ സഹോദരി പറഞ്ഞ വാക്ക് കേൾക്കണോ? അമ്മേ, കാഴ്ചയുള്ളവളായിരിക്കണോ ഇല്ലാത്തവളായിരിക്കണോ എന്ന് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കാഴ്ചയില്ലാത്ത അവസ്ഥ തിരഞ്ഞെടുത്തേനെ. കാരണം ഞാൻ മരിക്കുമ്പോൾ ജീവിതത്തിൽ ആദ്യം കാണുന്ന മുഖം എൻ്റെ രക്ഷകൻ്റേതായിരിക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സഹോദരിക്ക് പരാതി പറയാനോ പിണങ്ങിയിരിക്കാനോ ന്യായങ്ങളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഇല്ലെന്നാണോ പറയണേ? ഏറ്റവും കൂടുതൽ ന്യായങ്ങളുള്ള സഹോദരിയാണ്. പക്ഷെ 8000-ലധികം പാട്ടുകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ പാട്ടിൻ്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എൻ്റെ രക്ഷകരെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഇവിടുത്തെ സഹോദരിമാരെ കുറിച്ച് ഞാനൊരു വാക്ക് പറയട്ടെ. പൊതുവെ സഹോദരിമാർ വിമർശകരും പരാതിക്കാരുമാണ്. ഈ വിമർശനവും പരാതിയൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോ. പക്ഷേ ഈ വിമർശനത്തിൻ്റെയും പരാതിയുടെയും പ്രശ്നം എന്താണെന്നറിയോ? ഇത് പറയാന്നല്ലാതെ നന്മയ്ക്കായിട്ടൊരു കാര്യം ഇവരാരും ചെയ്യില്ല. നിങ്ങൾ പരാതിക്കാരെ നോക്കിക്കോ, മുറുമുറുപ്പുകാരെ നോക്കിക്കോ. അവർ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവരാണോ? അല്ല. എന്താ പെറുപെറുപ്പും പരാതിയും നിർത്തിയിട്ട് ചെയ്യാവുന്ന നന്മ ചെയ്യാം. ഈ സഹോദരിയുടെ ടൂം സ്റ്റോൺ അല്ലെങ്കിൽ ശവകുടീരത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക് ഇതാണ്: അവൾ തന്നാലാവത് ചെയ്തു. അവൾ തന്നാലാവത് ചെയ്തു. മലമറിക്കുന്ന പണികളൊന്നും നിങ്ങൾ ചെയ്യണ്ട. തന്നാലാവുന്ന ചെയ്ത് സഹോദരിമാർക്കും ബാധകമാണ്. സഹോദരന്മാരും പരാതി പറയുന്ന കാര്യത്തിൽ നമ്മുടെ നാട് തന്നെ പരാതിയുടെ നാടാണ്. ആണുങ്ങളാണെങ്കിൽ പിണറായിയുടെ കുറ്റമോ അല്ലെങ്കിൽ സതീശൻ്റെ കുറ്റമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടാവും. അതിന് പകരം എന്തെങ്കിലും നന്മ സഭയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് സഭയുടെ കുറ്റം പറയാനും നമുക്ക് ധാരാളം അവസരമുണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചെയ്യാനായിട്ട് ഉത്സാഹം നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നമുക്ക് പറയാം. ഈ സഹോദരിയെ വിമർശിച്ച ആളുകളുണ്ടായിരുന്നു. ഇതേത് കഥയാണ്? അവൾ തന്നാലാവത് ചെയ്തു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മേൽ തൈലാഭിഷേകം ചെയ്ത മറിയെക്കുറിച്ചാണ് ഈ പരാതി പറഞ്ഞത്. കർത്താവ് പറഞ്ഞതെന്നറിയോ? അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നതെന്ത്? അവളെ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നല്ല മനസ്സോടുകൂടി
ഇന്ന് തൊട്ട് തന്നെ സഭയുടെ പുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹോദരിമാർ, പ്രത്യേകിച്ചും സഹോദരന്മാരും പ്രാപ്തിയുള്ളവരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.